തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ്. രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറെയും വിളിച്ചാദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ? ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? അതിന്റെ യാതൊരു ആവശ്യമില്ല. ഈ പറയുന്നത് പോലെ സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തത് ഉൾപ്പെടെ ആനാവൂർ ദാസപ്പന് കത്ത് കൊടുത്ത് PSC പിൻവാതിൽ നിയമനത്തിന് ശ്രമിച്ചത് മുതൽ ഏറ്റവും അവസാനം ഒരു ബസ് ഡ്രൈവറോടുള്ള വിരോധത്തിന് അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അയാളെ കൊടുക്കാൻ ശ്രമിച്ചത് വരെ, അതല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റിലും അവിടുത്തെ അടുപ്പുകൾ എടുത്തുകൊണ്ട് പോയതിലും വരെ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണ കാര്യത്തിലൊന്നുമുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ നിങ്ങളുടെ തന്നെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കുന്ന ഈ അവാർഡുകൾ മതിയാവില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അവസരത്തിന് കൂടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഈ ഇടതുപക്ഷത്തിന്റെ നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ ശങ്കുട്ടിദാസ്, BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാരണം നിങ്ങളാണ് രണ്ടാമത്തെ വലിയ കക്ഷി. അതിന് മാത്രമൊന്നും ഇല്ലെന്നേ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി എന്നുള്ള നിലയിൽ ഭരണത്തിലെത്താനുള്ള ഒരു ചാൻസ് എന്നുകൂടി കണക്കിലെടുത്ത് ആദ്യമേ ഇറങ്ങേണ്ട ആളുകൾ നിങ്ങളായിരുന്നു. പക്ഷെ ഇത് ആദ്യം കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മേയർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. നോക്കൂ, ആദ്യമേ ഇറങ്ങുന്നവരല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, നന്നായി ഇറങ്ങുന്നവരാണ്. പ്രത്യേകിച്ച് ആലോചനയൊന്നും ആവശ്യമില്ലാണ്ട്, പ്രത്യേകിച്ച് സംഘടനാ സംവിധാനമൊന്നും നിലവിലില്ലാത്ത പാർട്ടികൾക്ക് കൂടിയാലോചനകളോ പല നിലകളിലുള്ള ആസൂത്രണങ്ങളോ ഒന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ലക്ഷറി ഉണ്ട്. ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. കോർപ്പറേഷന്റെ വിവിധ വാർഡുകളിൽ നേരിട്ട് ജനങ്ങളെ കാണുന്ന പ്രവർത്തനം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ചുവരെഴുത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ. തുറക്കാൻ പോകുമ്പോൾ അത് മറന്നാൽ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണോ ജനസേവനം? കോൺഗ്രസിന്റെ തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥിതി എന്താ? അവര് 2010 40 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടി 2015 ആയപ്പോഴേക്കും കേവലം 15 സീറ്റുകളുള്ള ആളുകളായി. 2020 ആയപ്പോഴേക്കും കേവലം 10 സീറ്റുകളുണ്ടായി. ഉപ്പുവെച്ച കലം പോലെ ചോർന്ന് പോകുന്ന, ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പൊ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നേതൃത്വം ഏകോപനം ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുള്ള ശ്രീ കെ മുരളീധരന്റെ ക്രെഡൻഷ്യൽ എന്താണ്? BJPക്ക് ജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി അവിടെ ചാവേറായി മത്സരിച്ച് സ്വയം 3ാം സ്ഥാനത്തേക്ക് വന്നിട്ട് BJPയുടെ ചാൻസ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി. തേപ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതാണ് അദ്ദേഹം നിയമത്തെ ചെയ്തത്. നിയമത്തെ ഒരു ജയസാധ്യത ഇല്ലാത്ത സ്ഥലത്ത് പോയി മത്സരിച്ചു. അദ്ദേഹം 3ാം സ്ഥാനത്തായി. പക്ഷെ എന്താ, അവിടെ അദ്ദേഹം LDFനെ ജയിപ്പിച്ചു. എന്നാൽ ആ പരീക്ഷണം എല്ലാ കാലത്തും തുടരാൻ സാധിക്കില്ല എന്നുള്ളത് തൃശ്ശൂരിലുള്ള അനുഭവം കൊണ്ട് ശ്രീ കെ മുരളീധരന് മനസ്സിലായിട്ടുണ്ടാവും. തൃശ്ശൂർ വന്ന് ഇതേ മട്ടിൽ BJPയുടെ സീറ്റ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചാവേറായി മത്സരിച്ച എന്താ ചെയ്തത്? അദ്ദേഹം 3ാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല, BJP 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഇതാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. തിരുവനന്തപുരത്ത് BJPക്ക് ഒരു ജയസാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോ അത് LDFന് വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചാവേറായിട്ട് ശ്രീ കെ മുരളീധരൻ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള അതേ അനുഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്ത് തന്നെ തുടരും. ഈ കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചെടുക്കുകയും ചെയ്യും. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ, ഇടതുപക്ഷത്തിനെതിരെ ഒരു പ്രതിരോധവും നടത്താൻ ശേഷിയില്ലാതെ അവരോട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു സംവിധാനം മാത്രമാണിത് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ തിരിച്ചടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടേണ്ടി വരും. ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടെ. നിങ്ങൾക്കൊരു സൂചനയില്ലേ? ഒന്നാമത് ഇതൊരു ഈസി ബാറ്റിൽ അല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. അവിടെ ഓരോ വോട്ടും നിർണായകമാണ്. കളത്തിൽ ഇറങ്ങാൻ സമയമായി എന്നൊരു സൂചന അതിൽ നിന്ന് വായിക്കുന്നുണ്ടോ? വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. 3 പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനാർഹമായ ഭരണം കാഴ്ചവെച്ച ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായും കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല. കോർപ്പറേഷനെ കുറിച്ച് തന്നെയാണ് രണ്ടാളുകളും വിശദീകരിക്കാൻ ശ്രമിച്ചത്. ബഹുമാനിയനായ BJPയുടെ പ്രതിനിധിയും ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആര്യയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ?
ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? ബഹുമാനിയായ BJP പ്രതിനിധി, അങ്ങേക്ക് ഈ കാര്യത്തിനകത്ത് അല്പം കൂടെ ഗൗരവമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയ ആളാണ് അങ്ങ് ഇത്രയും ചെറുതായി പോകാൻ പാടുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 23, 2024, അതായത് നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം 1 വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി 2 അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത്. ആണല്ലേ? എനിക്ക് തോന്നി. രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറെയും വിളിച്ചാദരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ? ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? എന്താണെന്ന് അറിഞ്ഞാൽ മുതലാളി പാരിതോഷികത്തെ എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവേണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് BJP-യാൽ രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറെയുമാണ്. അങ്ങനെ വരട്ടെ, അതൊന്നുമല്ല അവന്റെ നമ്പർ, അവന്റെ ഇരിപ്പുണ്ടറിയാമല്ലേ. നോക്കൂ, ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകൾക്കുള്ള 2024 അവാർഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബെസ്റ്റ് കോർപ്പറേഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ കോർപ്പറേഷനാണ്. സമ്മതിച്ചേക്ക്. അതേപോലെ തന്നെ ക്ലെൻലിനെസിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച കോർപ്പറേഷനായിട്ട് തെരഞ്ഞെടുത്തുള്ളത് കർണാലാണ്. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ വിശാഖപട്ടണമാണ്. ഇന്ത്യയിലുള്ള മികച്ച കോർപ്പറേഷനുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്താൽ 10 റാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതൊരു കോർപ്പറേഷൻ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അങ്ങ് പറയുന്ന അവാർഡുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ UK പോയിട്ട് അവിടുത്തെ പാർലമെന്റ് ഹാളിൽ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വെച്ച് CPM അനുകൂല സംഘടനയെ കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അത് UN പാർലമെന്റിന് UK പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിന്റെ അംഗീകാരമാണ് എന്നിവിടെ പ്രചരിപ്പിച്ചിരുന്നു. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവതാരകൻ തന്നെ പറഞ്ഞത് ഇവിടെ പറയുന്ന ആ അവാർഡിനെ പറ്റിയല്ല, മറ്റൊരു അവാർഡിനെ പറ്റിയാണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ രീതിയിൽ ഇല്ലാത്തതായിട്ടുള്ള മികവുകളും കേമത്തരങ്ങളും വ്യാജമായി ആരോപിച്ച് ആളുകളെ കബളിപ്പിച്ചുള്ള ഒരു പാരമ്പര്യമുള്ള നിങ്ങൾ കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. അനുഭവങ്ങൾ ഇല്ലാതാവുന്നില്ല. ഈ പറയുന്നത് പോലെ സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തത് ഉൾപ്പെടെ ആനാവൂർ താക്കപ്പന് കത്ത് കൊടുത്ത് PSC പിൻവാതിൽ നിയമനത്തിന് ശ്രമിച്ചത് മുതൽ ഏറ്റവും അവസാനം ഒരു ബസ് ഡ്രൈവറോടുള്ള വിരോധത്തിന് അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അയാളെ കൊടുക്കാൻ ശ്രമിച്ചത് വരെ, അതല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റിലും അവിടുത്തെ അടുപ്പുകൾ എടുത്തുകൊണ്ട് പോയതിലും വരെ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണ കാര്യത്തിലൊന്നുമുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ നിങ്ങളുടെ തന്നെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കുന്ന ഈ അവാർഡുകൾ മതിയാവില്ല. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടുത്തെ ധനകാര്യ മന്ത്രി പോലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ 1ാം റാങ്ക് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുകയും അത് യഥാർത്ഥത്തിൽ എന്താ സംഭവം പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തല്ലോ. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അവസരത്തിന് കൂടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഈ ഇടതുപക്ഷത്തിന് നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. കാരണം അത്രമേൽ ജനവിരുദ്ധമായി മാറിക്കഴിഞ്ഞ, അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പേരിൽ അത്രമേൽ ജനദ്രോഹപരമായി മാറിക്കഴിഞ്ഞിട്ടുള്ള, ഇത്രനേരം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. കിട്ടിയ മുതലും പലിശ ചേർത്ത്